ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പൊ അതിനോടൊപ്പം തന്നെ മാക്സിമം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാനും മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അങ്ങനെ ഇന്ന് ലാസ്റ്റ് സീനായിട്ട് കാണുന്ന ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രേവതി സച്ചിയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നമ്മുടെ സച്ചിയുടെ മനസ്സിൽ എന്താണ്, സച്ചി എന്തോ ഒരു കള്ളത്തരം ഒളിപ്പിക്കുന്നുണ്ട് എന്ന് നമ്മുടെ രേവതിക്ക് മനസ്സിലായി. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അത് തുറന്നു പറയാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മുടെ രവീന്ദ്രൻ പെട്ടെന്ന് ചങ്കുവേദനയാന്ന് പറഞ്ഞ് ചങ്കില് കൈ വെച്ചത്. നമ്മുടെ രവീന്ദ്രൻ ആ ഒരു സത്യം അറിയാം എന്താണെന്ന് കേട്ടോ. ഇത്രയും നാളും ഒളിപ്പിച്ച് നടന്നിരുന്ന ആ ഒരു സത്യം എന്താണെന്ന് രവീന്ദ്രൻ അറിയാം. പക്ഷെ അത് രവീന്ദ്രൻ പറയാൻ സമ്മതിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. നമ്മുടെ സുധിയുമായിട്ട് ബന്ധപ്പെട്ട എന്തോ സത്യം തന്നെയാണ്. നമ്മുടെ സച്ചിനെ ചന്ദ്ര ഇത്രമാത്രം വെറുക്കാൻ കാരണം എന്താണ് എന്നും ആ സത്യത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. പക്ഷെ ആ സത്യം എന്താണെന്ന് മാത്രം നമ്മുടെ സച്ചി പറയുന്നില്ല, അത് പറയാൻ സമ്മതിക്കുന്നില്ല. അപ്പം നമ്മുടെ രേവതി സച്ചിയുടെ വിഷമവും സങ്കടങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇന്ന് രാവിലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ കഥ കേട്ടവർക്ക് അറിയാം, നമ്മുടെ സച്ചിക്ക് ഭയങ്കര വിഷമമാണ്. അമ്മയെന്ന് പറഞ്ഞാൽ സച്ചിയുടെ ജീവന്റെ ജീവനാണെന്നൊക്കെ മനസ്സിലായി കേട്ടോ. കാരണം അമ്മയെക്കുറിച്ച് എത്രമാത്രം വിചാരമുണ്ട്, അമ്മയുടെ സ്നേഹം കിട്ടാത്തത് കൊണ്ട് എത്രമാത്രം വിഷമമുണ്ട് നമ്മുടെ സച്ചിക്ക്. സച്ചി പുറത്ത് ചിരിച്ചും കളിച്ചും നടക്കുന്നുണ്ടെന്നല്ലാതെ സച്ചിയുടെ മനസ്സിന് സന്തോഷമൊന്നുമില്ല എന്ന് നമ്മുടെ രേവതി മനസ്സിലാക്കി. എന്താണ് ആ സത്യമെന്ന് നമ്മുടെ രേവതി ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി അത് പറയുന്നില്ല. ഏതായാലും സച്ചി പറയാത്തത് കൊണ്ട് രേവതി നിർബന്ധിച്ചൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ സച്ചി അമ്മേനെ കുറിച്ച് വീണ്ടും വാതോരാതെ രേവതിക്ക് മുമ്പിൽ സംസാരിച്ചപ്പോൾ രേവതി പറഞ്ഞു, ഇനി സങ്കടപ്പെടരുത്, സച്ചേട്ടന് അമ്മയായിട്ടും ഭാര്യയായിട്ടും ഫ്രണ്ടായിട്ടും എല്ലാം സഹോദരിയായിട്ടും എല്ലാം ഞാനുണ്ട് എന്ന് പറഞ്ഞ് അമ്മയുടെ മടിയിൽ കിടക്കാന് ഭയങ്കര ആഗ്രഹമല്ലേ, ദേ അമ്മയാ ഞാൻ, എൻ്റെ മടിയിൽ കിടന്നു എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചിനെ രേവതി പിടിച്ചു മടിയിൽ കിടക്കുന്ന അതിമനോഹരമായ സീനുകളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് നാളെയാണ് കേട്ടോ. അപ്പൊ ഏതായാലും അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല, ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇവര് ഇതിനൊക്കെ ശേഷം നാട്ടിലെത്തി, നമ്മുടെ ചന്ദ്രോദയത്തെത്തി. അപ്പം എത്തിക്കഴിഞ്ഞ് ഉള്ള സീനുകളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അപ്പം നാട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ചന്ദ്രയുടെ പഴയ സ്വഭാവം പുറത്തിറക്കാൻ തുടങ്ങി കേട്ടോ. അപ്പൊ വന്ന ഉടനെ തന്നെ രേവതിയോട് അത് ചെയ്യ്, ഇത് ചെയ്യ്, മറ്റത് ചെയ്യ്, മറിച്ചത് ചെയ്യ് എന്നൊക്കെ പറയുകയാണ്. അപ്പൊ രേവതി ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്, ചെയ്യാതിരിക്കുന്നൊന്നുമില്ല. അതിനിടെ പറയുന്നുണ്ട് കേട്ടോ, എനിക്ക് കട തുറക്കണോ അമ്മയെന്ന് പറയുമ്പോ, പിന്നെ നിന്റെ ഒരു കട കേമമായി പോയി, ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്, മേക്കപ്പ് അല്ല സോറി, ബ്യൂട്ടി പാർലറും ഡബിങ് സ്റ്റുഡിയോയും ഒന്നുപോലെ അല്ലല്ലോ നിന്റെ കട എന്ന് പറഞ്ഞ് വീണ്ടും അങ്ങോട്ട് വേറ്റ് കൃത്യം തുടങ്ങി കേട്ടോ. അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, നിർത്തുന്നുണ്ടോ എൻ്റെ പൊന്നു ചന്ദ്ര, കേട്ട് ഞാൻ മടുത്തു. ആ പെങ്കൊച്ച് പോയി 2 പൂ കച്ചവടം, ആ പെങ്കൊച്ച് 2 പൂ വിറ്റ് നിർത്തുന്നത് നിനക്കെന്താ കുഴപ്പം? അവർക്കിപ്പോൾ എത്രയോ രൂപ കിട്ടണം, അതിനിപ്പോൾ നിനക്കെന്താ പ്രശ്നം ഇരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ എനിക്കൊരു പ്രശ്നവും ഇല്ല, പിന്നെ ഈ വീട്ടിലെ പണി അതും കൂടെ നോക്കണമെന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും, അല്ല ഞാൻ വിളിക്കണോ അമ്മേനെ വിളിച്ച് കാര്യം പറയണോ? അവിടുന്ന് പോന്നപ്പോ തന്നെ അമ്മ എന്തായിരുന്നു പറഞ്ഞത് നിന്നോട്? രേവതിയെ കൂടുതൽ ഭരിക്കരുതെന്ന് പറഞ്ഞില്ലേ? രവിയേട്ടൻ അങ്ങ് അവിടെ ചെന്ന് ഈ അധികാരം കാണിച്ചാൽ മതി കേട്ടോ. ഇതെന്റെ വീടാ, ഇവിടെ ഞാൻ പറയുന്ന പോലെ നടക്കുമെന്നും പറഞ്ഞു തുടങ്ങി. അപ്പൊ സച്ചു പറഞ്ഞു, അയ്യോ അമ്മയുടെ വീടാണെന്ന് ഇത് എഴുതി വെച്ചിട്ടുണ്ടോ? ഓഹോ, കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തോന്നൂലോ അമ്മയുടെ വീടാണെന്ന് എഴുതി വെച്ചിട്ടുണ്ടെന്ന്. ഒരു മുദ്ര പേപ്പർ ഉണ്ടല്ലോ, അതേതായാലും പൗഡർ എടുത്ത് തന്നല്ലോ. ഒരു കാര്യം ചെയ്യാം, ആ മുദ്ര പേപ്പർ എടുത്ത് നെറ്റിയിൽ ഒട്ടിച്ചോണ്ട് നടക്കുക. പിന്നെ എപ്പോഴും ഇങ്ങനെ പറയേണ്ട കാര്യമില്ല, ഞങ്ങൾക്ക് പെട്ടെന്ന് അമ്മയുടെ മുഖത്ത് നോക്കുമ്പോൾ പിടികിട്ടൂല അയ്യോ ഇത് അമ്മയുടെ വീടാണ് എന്ന്. ഭയങ്കര ഗെയിമായി പോയി എന്ന് പറഞ്ഞ രീതിയിൽ നമ്മുടെ സച്ചി അങ്ങ് പോവുകയാണ്. അങ്ങനെ എല്ലാവരും അവരവരുടെ ജോലിയൊക്കെ നോക്കി അങ്ങനെ പോകുന്നു. അപ്പൊ അങ്ങനെ പോകുന്നു. ഈ ഒരു സമയത്താണ് നമ്മുടെ രേവതി ഒരു ഗ്ലാസ് ചായയൊക്കെ ആയിട്ട് വരുന്നത്. അപ്പൊ ഈ ചായ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ചന്ദ്രയ്ക്ക് ആ ചായ അങ്ങോട്ട് പൊടിച്ചില്ല. ചന്ദ്ര പറഞ്ഞു, അയ്യോ ഇതെന്തൊരു മധുരമോ, ഇതിനകത്ത് ഭയങ്കര മധുരം ഇട്ട് വെച്ചിരിക്കുകയാണല്ലോ എന്ന്. സച്ചു പറഞ്ഞു, ചായ കുടിക്കുമ്പോൾ മധുരം തോന്നിക്കുന്നുണ്ടല്ലേ? അച്ഛന് തോന്നിക്കുന്നുണ്ടോ? ഇല്ല, എനിക്ക് പാകത്തിനാ തോന്നിക്കുന്നത് മോനെ എന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ അമ്മയ്ക്ക് ഷുഗർ ഉണ്ട്, മധുരം കൂടുതൽ തോന്നിക്കഴിഞ്ഞാലേ ഷുഗർ ഉള്ളവർക്ക് അങ്ങനെ മധുരം തോന്നുക, മധുരം ഇല്ലാത്ത സാധനത്തിനും മധുരം തോന്നും. ഇത് കേട്ടപ്പോ നമ്മുടെ ചന്ദ്ര പേടിച്ചു പോയി. ചന്ദ്ര, എനിക്കങ്ങനെ മധുരം ഒന്നും തോന്നില്ല, ഇതൊരു പാകത്തിന് മധുരം ഉള്ളൂ, രേവതി പാകത്തിനേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. അപ്പൊ ചന്ദ്ര ഒന്ന് അടവെടുത്തതാണ് കേട്ടോ. നമ്മുടെ രേവതിനെ എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ, അപ്പൊ ഇച്ചിരി മധുരം കൂടുതലാന്ന് പറഞ്ഞ് 2 വഴക്കും കൂടെ കൂട്ടി പറയാമല്ലോ എന്നോർത്തിട്ട് അങ്ങ് എടുത്തതാണ്. ഏതായാലും ഈ സമയത്താണ്
നമ്മുടെ രേവതിനെ കുറിച്ചും വീണ്ടും ഇങ്ങനെ ഓരോരോ കുറ്റങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചന്ദ്ര. അപ്പൊ വീണ്ടും കുറ്റം പറയുന്ന വേറൊന്നും അല്ല കേട്ടോ. ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലായിരുന്നോ, നിങ്ങള് ഇനിയിപ്പം ഒന്ന് കിടക്കാൻ പോലും പറ്റില്ലല്ലോ, റൂം പോലും ഇല്ലാത്തൊരവസ്ഥയായി ഈ വീട്ടില്, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയാണ്. അപ്പം രേവതി അങ്ങ് പോയി കേട്ടോ. അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, നിനക്കിപ്പൊ എന്താ വേണ്ടത്? അല്ലെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പം ഇവിടെ ഒരു റൂം വേണം, അതല്ലേ? അതിന് ഞാനിതിന് മേളിലൊരു റൂം പണിയണോ വേണ്ടയോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കാം എന്നിങ്ങനെ പറഞ്ഞപ്പോ ഇതിന്റെ മണ്ട ഇനി റൂം പണിയാനോ? അപ്പൊ പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര, അയ്യോ അങ്ങനെ റൂം പണിതാ ശരിയാവില്ലല്ലോ, അങ്ങനെ റൂം പണിത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചി രേവതി ഉള്ള കാലം മുഴുവൻ ഇവിടെ ഇരിക്കും, അയ്യോ അത് ശരിയാവില്ല എന്ന് പറഞ്ഞ് വീണ്ടും അങ്ങ് തുടങ്ങുകയാണ് കേട്ടോ. അല്ലെങ്കിൽ എന്തിനാ ഇവിടെ വേറെ റൂമൊക്കെ പണിയുന്നത്? അല്ലെങ്കിൽ നിലത്ത് കിടക്കേണ്ടവര് നിലത്ത് കിടക്കട്ടെ എന്നും, അതല്ലേ അതിൻ്റെതായ ഒരിത്. ശ്രുതിയും വർഷയും ആണെങ്കിൽ വലിയ വീട്ടിൽ ജനിച്ചവരാ, അവരിതുവരെ നിലത്ത് കിടന്ന് ശീലിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെയല്ലല്ലോ ഇവിടെ വലിഞ്ഞു കയറി വന്ന വേറെ ഒരുത്തി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ഇതൊക്കെ കേൾക്കുന്നുണ്ട്. സച്ചിക്ക് കുറെ കഴിഞ്ഞപ്പോൾ ദേഷ്യം വന്നിട്ട് സച്ചി രേവതിയുടെ അടുത്ത് ചെല്ലുകയാണ്, അടുക്കളയിലേക്ക് ചെന്നിട്ട്, നീ ഇത് വല്ലതും കേൾക്കുന്നുണ്ടോ രേവതി? ഞാൻ കേൾക്കുന്നുണ്ട് സച്ചേട്ടാ. കേട്ടിട്ട് ഈ ചെവി കൂടെ കേട്ട് ആ ചെവി കൂടെ കളയാന്നുള്ളതല്ലാതെ ഞാൻ ഇതൊന്നും ക്യാച്ച് ചെയ്ത് വെക്കുന്നില്ല, കാരണം ഇതൊക്കെ എനിക്ക് ശീലമായി പോയി. പിന്നെ എന്റെ വീട്ടിൽ ഞങ്ങൾ നിലത്താ കിടന്നിരുന്നത്, അല്ല നമ്മള് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, ഒരുമിച്ച് കിടക്കുന്നു, നമ്മള് അച്ഛമ്മയുടെ അടുത്ത് ചെയ്തില്ലേ അതുപോലെ. അത് ഞങ്ങളുടെ ഒരു സ്നേഹത്തിന്റെ ആണെന്ന് കൂട്ടിക്കോ. അതിപ്പം അമ്മയ്ക്കറിയില്ല, അമ്മയ്ക്ക് അറിവില്ലാതെ ഓരോന്ന് കിടന്ന് പറയുന്നതല്ലേ. ഞാൻ ഈ ചെവി കൂടെ കേട്ട് ആ ചെവി കൂടെ കളയല്ലാതെ ഇതിനൊക്കെ മറുപടി പറയാൻ പോയിട്ടുണ്ടെങ്കിലേ സത്യം പറഞ്ഞ എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും സച്ചേട്ടാ. അതുകൊണ്ടാന്ന് പറഞ്ഞപ്പോ അങ്ങനെ വേണം. ഏതായാലും 2 കൈ കൂട്ടി അടിച്ചാലല്ലേ രേവതി ശബ്ദം കേൾക്കത്തുള്ളൂ. ഏതായാലും നീ മിണ്ടാതിരുന്നു, അതിനോ വിവരമില്ല, വിവരമുള്ള നമ്മളെങ്കിലും മിണ്ടാതിരിക്കാം എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയാണ്. അതായത് ഇതിന് ശേഷം നമ്മുടെ സച്ചി അങ്ങ് പോയി കേട്ടോ. അങ്ങനെ കുറച്ചു നേരമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ ഭാമ വരുന്നത്. അപ്പൊ നമ്മുടെ ചന്ദ്രയുടെ മനസ്സിലൊരു കാര്യം ഇങ്ങനെ കിടക്കുകയാണ്. മേളിൽ റൂം പണിത് കഴിഞ്ഞാൽ പ്രശ്നമാകും, മേളിൽ റൂം പണിത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതി സച്ചി പിന്നെ പോവില്ല, അവരെ വേറെ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് ഉരുകുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഭാമ വരുന്നത്. അപ്പം ഭാമ വന്നിട്ട്, എങ്ങനെ ഉണ്ടായിരുന്നടി നിന്റെ നാട്ടിൽ പോക്കൊക്കെ എന്ന് പറഞ്ഞപ്പോ നാട്ടിൽ പോയ കഥയൊക്കെ പറയാതിരിക്കുന്നതാ നല്ലത്. പിന്നെ ഒരു നല്ല കാര്യം ഉണ്ടായി, നമ്മുടെ ശ്രുതിയുടെ ഇളയച്ചൻ വന്നായിരുന്നു. എങ്ങനെയുണ്ടടി ഇളയച്ചൻ? ശ്രുതിമോനുണ്ടല്ലോ ഒരു വലിയ ചെയിനാ കൊണ്ടുവന്നത്, ഇനിയും എന്തൊക്കെയോ അവളുടെ അച്ഛൻ കൊണ്ടുവരും. ഏതായാലും ഇളയച്ചൻ സൂപ്പറാ, നല്ലതാ ഇളയച്ചൻ. പിന്നെ ഉണ്ടല്ലോ 2 or 3 ദിവസം നിന്നതേ ഉള്ളൂ, അത് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങ് പോയി. എന്ത് ചെയ്യാനാ, പുള്ളിക്കാരന്റെ ഭാര്യയ്ക്ക് എന്തൊക്കെയോ അസുഖം വന്നിട്ട് പെട്ടെന്ന് അങ്ങ് പോവേണ്ടി വന്നു. ഇനി ഒരു ദിവസം ഭാര്യയായിട്ടും ശ്രുതിയുടെ അച്ഛനൊക്കെ ആയിട്ടാ വരാന്ന് പറഞ്ഞത്. ഏതായാലും അതിനു മുമ്പ് ഒരു കാര്യമുണ്ട്. എന്ത് കാര്യമുള്ളത്? അല്ല, നിനക്കിപ്പൊ എന്താടി സങ്കടപ്പെടാനുള്ളത്? നിന്റെ മക്കള് നിന്നെ പൊന്നുപോലെ നോക്കുന്നു. 2 കടയിട്ടു, ആ 2 കടയ്ക്കും ചന്ദ്രമതി എന്നുള്ള പേരും. പിന്നെ നീ സങ്കടപ്പെടേണ്ട കാര്യമുണ്ടോ? പൂ വിൽക്കുന്നത് രേവതിയാണെങ്കിലും ചന്ദ്രമതി നീയല്ലേടി കടക്കാരി. കൊടക്കാരി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ഭാമേ, നീ എന്നെ ആക്കി സംസാരിക്കുന്നതായിരിക്കും അല്ലേ? പൊട്ട പൂക്കടയ്ക്ക് കൊണ്ടുപോയി എന്റെ പേരിടാൻ ഞാൻ ആരോടെങ്കിലും പറഞ്ഞിരുന്നോ? നാണക്കേടാ മനുഷ്യനിപ്പം വെളിയിൽ ഇറങ്ങാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ്. പിന്നെ ബ്യൂട്ടി പാർലറിന് എൻ്റെ പേരിട്ട് കുഴപ്പമില്ല, കാരണം അത് വലിയ സ്ഥാപനമല്ലേ, അത് പ്രശ്നമില്ല. പക്ഷെ ഈ പൂക്കടയ്ക്ക് പിന്നെ ഭാമേ അതൊക്കെ പോട്ടെ, ഞാൻ നിന്നെ നോക്കിയിരിക്കായിരുന്നു, എനിക്ക് കുറച്ച് കാര്യം നിന്നോട് സംസാരിക്കാനുണ്ട്. അതെ, പ്രൈവസി വേണം, പ്രൈവസി. ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. സ്വന്തമായിട്ടൊരു റൂമും ഇല്ല, എന്ത് ചെയ്യാനാ ഭാമേ? ഏതായാലും ഭാമേ നീ വാ, നമുക്ക് വർഷയുടെയും ശ്രീകാന്തിന്റെ റൂമിൽ പോയി സംസാരിക്കാം. എന്ത് കാര്യം സംസാരിക്കാനാടി? അതൊക്കെയുണ്ട്, ഞാൻ പറയാം, വാ എന്ന് പറഞ്ഞ് നേരെ ചെല്ലുകയാണ്. നേരെ നമ്മുടെ വർഷയുടെ റൂമിലേക്ക് ചെന്നപ്പോഴത്തേക്കും വർഷ ഒറ്റ വാതിൽ അടച്ചു കഴിഞ്ഞപ്പോഴാണ് വർഷ ഓർത്തത്, അയ്യോ ദേ അമ്മ വരുന്നുണ്ടല്ലോ എന്ന്. പെട്ടെന്ന് വാതിൽ തുറന്നു. നമ്മുടെ ചന്ദ്രയ്ക്കും എന്തോ പോയല്ലേ ആയി, ഭാമയ്ക്കും എന്തോ പോലെ. അപ്പം ചന്ദ്ര ചോദിച്ചു, മോളെന്തിനാ പെട്ടെന്ന് വാതിലടച്ചത്? അത് പിന്നെ അമ്മേനെ ഞാൻ കണ്ടില്ല അമ്മേ, ഞാൻ ഡ്രസ്സ് മാറാൻ പോവാ, ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോവാ, അതാട്ടോ എന്ന് പറഞ്ഞ് വീണ്ടും വലിച്ചോ ഒറ്റ അടച്ചു. ഏതായാലും അവിടെ സംസാരിക്കാൻ സ്ഥലമില്ലെന്ന് മനസ്സിലാക്കിയ നമ്മുടെ ചന്ദ്ര, എങ്കിൽ പിന്നെ വാ നമുക്ക് ശ്രുതിയുടെ റൂമിൽ പോകാം എന്ന് പറഞ്ഞ് ശ്രുതിയുടെ റൂമിലേക്ക് കൊണ്ടുചെന്നു. അവിടെ ചെന്ന് അവന് വാതൊക്കെ നിന്നപ്പോഴത്തേക്കുമാണ് അവിടെ ഭയങ്കര ബഹളം കേൾക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ ശ്രുതിയാണെങ്കിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ കിടന്നുറങ്ങുകയാണ്. അപ്പൊ ഇതിനിടയിൽ ശ്രുതി ജോലിക്കൊക്കെ പോയിട്ട് വന്നു. ഇപ്പൊ വൈകിട്ട് നടക്കുന്ന സംഭവമാണ്. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ശ്രുതി പറഞ്ഞത്, ഇതുവരെ എണീക്കാറായില്ലേ ശ്രുതി, എന്തിനാ ഇങ്ങനെ കിടന്നുറങ്ങുന്നത്, എണീക്ക് എന്നിങ്ങനെ പറഞ്ഞപ്പം ഭയങ്കര ക്ഷീണമാ, നാട്ടിലൊക്കെ പോയിട്ട് വന്നിട്ടേ ഭയങ്കര ക്ഷീണമാ. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ശ്രുതിക്ക് മാത്രമേ ക്ഷീണമുള്ളൂ? എനിക്ക് ക്ഷീണമില്ലേ? ഞാനും
നാട്ടിൽ പോയിട്ട് വന്നതാണല്ലോ, ഞങ്ങളൊക്കെ ജോലിക്ക് പോയല്ലോ, പിന്നെന്താ സുധിക്ക് ഇത്ര ക്ഷീണം? അത് പിന്നെ എന്താണെന്നറിയില്ല, ഒരു കാര്യം ചെയ്താലോ, നമുക്ക് ഇന്ന് വൈകിട്ട് ഒരു സിനിമ കാണാൻ പോയാലോ? സിനിമ കാണാൻ പോകാനോ? എന്റെ പൊന്നു സുധിയോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ? എവിടെയെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ദേ സുധി, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എന്റെ തനി സ്വഭാവം എടുപ്പിക്കരുതെന്ന് പറഞ്ഞ് അങ്ങോട്ട് ബഹളം തുടങ്ങിയില്ലേ നമ്മുടെ ശ്രുതി. ഇത് കേട്ടതും ഭാമ, എന്താടി ചന്ദ്ര ഇത്, ഇവരെപ്പോഴും ഇങ്ങനെയാണോ? ഇവരെങ്ങനെയൊന്നുമല്ല. അതെ, ശ്രുതിക്ക് ക്ഷീണമാ, അവൻ കിടന്ന് ഉറങ്ങിപ്പോയോണ്ട് ശ്രുതി മോൾ അങ്ങനെയൊക്കെ പറയുന്നത്. അതാ ശ്രുതി ഇങ്ങനെയാന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നേരെ, എങ്കിൽ പിന്നെ ബാ നമുക്ക് ആ രേവതി പെണ്ണിന്റെ റൂമിലേക്ക് പോകാം, ഇവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല, രേവതി അടുക്കളയിലല്ലേ ഉള്ളത്, എങ്കിൽ പിന്നെ ആ റൂമിലേക്ക് പോകാന്ന് പറഞ്ഞ് നേരെ ആ റൂമിലേക്ക് പോവുകയാണ്. അപ്പൊ ആ റൂമിലേക്ക് ചെന്ന് വാതിൽ തുറന്നതും ദാ കിടക്കുന്നു നമ്മുടെ സച്ചി. വാതിൽ തുറന്നത് സച്ചി ഹൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എണീറ്റ് വന്നു കഴിഞ്ഞാൽ ചന്ദ്രയുടെ മുഖത്ത് നോക്കുമ്പോൾ ചന്ദ്രയോട് ചോദിച്ചു, എന്താന്ന് ചോദിച്ചു. അല്ല, തനിയെ സംസാരിക്കാൻ വന്നതാന്ന് പറഞ്ഞു. തനിയെ സംസാരിക്കാനോ? അല്ല, തനിയെ സംസാരിക്കാൻ വന്നതാണെങ്കിലേ ഈ തനിയെ സംസാരിക്കുന്നവർക്ക് ഒരു ഡോക്ടറുണ്ട്, ഒരു ഹോസ്പിറ്റലുണ്ട്, മെന്റൽ ഹോസ്പിറ്റല്, അവിടെ പോയി കാണിക്കാൻ പറഞ്ഞു. എന്റെ പൊന്നു സച്ചി, തനിയെ സംസാരിക്കാന്ന് പറഞ്ഞാൽ ഞാനും ദേ പുറകില് ഭാമയും ഉണ്ട്, ഞങ്ങൾക്ക് തനിയെ കുറച്ച് സംസാരിക്കണം. ഓഹോ, നിങ്ങൾക്ക് തനിയെ സംസാരിക്കാനാണോ? ഏതായാലും ഇപ്പൊ ഇവിടെ സ്ഥലമില്ല, എനിക്ക് ഭയങ്കര ക്ഷീണമാ, ഇപ്പൊ വന്നെങ്കിൽ കിടന്നതേ ഉള്ളൂ, അതുകൊണ്ട് വേറെ എങ്ങോട്ടേലും പൊക്കോളാൻ പറഞ്ഞു നേരെ നമ്മുടെ ചന്ദ്രനെ പറഞ്ഞു വിടുകയാണ്. ചന്ദ്രയ്ക്കും ഭാമയ്ക്കും സംസാരിക്കാൻ സത്യം പറഞ്ഞ സ്ഥലമില്ലാത്തൊരവസ്ഥ ഒന്ന് ഓർത്ത് നോക്ക്. അങ്ങനെ നമ്മുടെ ഭാമേനെയും കൂട്ടിക്കൊണ്ട് മേലെ ടെറസിന്റെ വണ്ടയിലേക്ക് പോയി. അവിടെ ചെന്നിട്ട്, എടി എന്റെ അവസ്ഥ കണ്ടോ ഭാമേ ഇത്? എന്തൊരവസ്ഥയായത്, എന്ത് ചെയ്യാനാ? എന്താടി നിന്റെ അവസ്ഥ? നിനക്ക് ഒരവസ്ഥയില്ല ചന്ദ്രൻ, നീ സന്തോഷത്തോടു കൂടിയിരിക്കുക. കാരണം എന്റെ അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ വീട്ടിൽ തനിയെ ഞാൻ, നിനക്ക് നിന്റെ മരുമക്കളുണ്ട്, മക്കളുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, പിന്നെ എന്താ നിനക്ക് വേണ്ടത്? എന്താ എനിക്ക് വേണ്ടതല്ലേ? ബെസ്റ്റ് എന്റെ മരുമക്കൾ എന്നൊക്കെ പറയുന്നത് ശരിയാ, പക്ഷെ ആ സച്ചി, അല്ല നീ തനിച്ചാണെങ്കിൽ ഒരു കാര്യം ചെയ്യ് ഭാമേ, നീ സച്ചിനെ രേവതിനെ അങ്ങ് കൊണ്ടൊക്കോ. അയ്യോ, എന്നിട്ട് വേണോ അവനെന്റെ തല തിന്നാന്? അവന്റെ വായിൽ നിന്ന് ദിവസം ഓരോന്ന് ഞാൻ കേൾക്കേണ്ടി വരും. അപ്പൊ അതിന് പ്രശ്നമുണ്ടല്ലേ? അപ്പൊ ഞാൻ ദിവസം കേൾക്കുന്നതിന് ഒരു പ്രശ്നമില്ലെന്നല്ലേ നീ പറയുന്നത്? അല്ല എങ്കിലും എന്താ ചന്ദ്ര ഇപ്പൊ നിന്റെ പ്രശ്നം? എന്റെ പ്രശ്നം വലിയ പ്രശ്നമാണ്. അയ്യോ, വേറെ ഒന്നുമല്ല, ഞാൻ എങ്ങനെയെങ്കിലും രേവതിനെയും സച്ചിനെയും ഇവിടെ നിന്ന് ഒഴിവാക്കാൻ നോക്കുമല്ലേ, പക്ഷേ അത് നടക്കുന്നു തോന്നുന്നില്ല. അതെന്താ നടക്കാത്തത്? എന്റെ കെട്ടിയവൻ കാരണമാണ് നടക്കാത്തത്, എന്റെ കെട്ടിയവൻ ഒറ്റ ഒരുത്തൻ കാരണം. ഇനിയിപ്പം ഇതിന്റെ മണ്ടയില് റൂം പണിയണമെന്ന്. അങ്ങനെ റൂം പണിത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ രേവതിയുടെ കെട്ടിയവരും കൂടെ ഇവിടെ നിന്ന് പോവില്ല, രണ്ടുപേരും കൂടെ അട്ടിപ്പേറ് കിടക്കും ഇവിടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ പെട്ടെന്ന് നമ്മുടെ രേവതി ഇങ്ങനെ കയറി വന്നു. രേവതി പതുക്കെയാട്ടോ കയറി വന്നപ്പോ ചന്ദ്ര പെട്ടെന്ന് നോക്കിയപ്പോ രേവതി, അപ്പൊ നമ്മുടെ ചന്ദ്ര ചോദിച്ചു, എന്താണ് നീ പൂച്ചയെ പോലെ പമ്മി വരുന്നത്? അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, നീ എന്താ പമ്മി കളിക്കുവാണോ, അതോ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഒളിഞ്ഞു നിന്ന് കേൾക്കാൻ വേണ്ടി വന്നാണോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അമ്മയെ ഞാനിങ്ങനെ പൂച്ചേനെ പോലെ ഒന്നും അല്ലല്ലോ വന്നത്. അല്ല, അമ്മയല്ലേ ചായ വേണമെന്ന് പറഞ്ഞത്, ആ ചായ ഞാൻ എടുത്തുകൊണ്ട് വന്നു, അത്രേ ഉള്ളൂ, ചായ ഇന്നാന്ന് പറഞ്ഞ് കൊടുത്തിട്ട് നമ്മുടെ രേവതി ഒരു പോക്ക് പോയിട്ടോ. ഏതായാലും ചന്ദ്ര ആ ചായ കൈവച്ചുകൊണ്ടിരുന്നിട്ട് പറഞ്ഞു, ഇതാടി പ്രശ്നം, ഇത് തന്നെയാ പ്രശ്നം. ഏതായാലും ഇതിന്റെ മണ്ടയിൽ റൂം കിട്ടുന്നതിന് എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ രേവതിനെയും സച്ചിനെയും ഇവിടെ നിന്ന് ഓടിക്കണം. പിന്നെ ഉണ്ടല്ലോ, ശ്രുതിയുടെ അച്ഛൻ ഇവിടെ വരുമ്പോഴേ കണ്ടോണം, ഇതിന്റെ മണ്ടയിൽ ഒരു നിലയല്ല, ഞങ്ങളൊരു 3-4 നില പണിയും. കണ്ടോ ദേ ഇവിടെ ഒരു റൂം, ദേ അവിടെ ഒരു റൂം, ഇവിടെ ഡൈനിങ് റൂം, അവിടെ കുട്ടികൾക്ക് മാത്രം കളിക്കാൻ ഒരു റൂം, എൻ്റെ പേരക്കുട്ടികൾക്ക് ശ്രുതിയുടെയും വർഷയുടെയും കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി അവിടെ ഒരു റൂം, പിന്നെ എനിക്ക് മാത്രം സെപ്പറേറ്റ് ആയിട്ടൊരു റൂം. അത് കഴിയുമ്പോഴത്തേക്കും എന്ത് രസമായിരിക്കും. അല്ല, ഈ മേളിൽ റൂം പണിത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ചന്ദ്രൻ നീ സ്റ്റെപ്പ് കയറി മേളിലെത്തണ്ടേ? സ്റ്റെപ്പ് കയറി മേളിലെത്താനേ അതിന് ലിഫ്റ്റ് പിടിപ്പിക്കും ഞങ്ങള്. ലിഫ്റ്റ് പിടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് കയറി മേളിലെത്താലോ. ഒരു സിനിമയിൽ ഞാൻ കണ്ടായിരുന്നു, കാറ് വരെ ഉണ്ടല്ലോ പൊക്കത്ത് കൊണ്ടുപോയി ഇപ്പൊ പാർക്ക് ചെയ്യാം, അതുപോലത്തെ സംവിധാനങ്ങൾ ഇപ്പൊ ഉണ്ട്. എൻ്റെ പൊന്ന് ചന്ദ്രേ, സ്വപ്നങ്ങൾ കൊണ്ട് കൂടാരം കെട്ടുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ സത്യമായിട്ടും ഇപ്പൊ അത് കാണുക ചെയ്തത്. ആ കൂടാരം തകർന്നു പോകാതെ നീ നോക്കിക്കോണം. അതെന്താ ചന്ദ്രൻ ഭാമയെ നീ അങ്ങനെ പറഞ്ഞത്? ഒന്നുമില്ല, നിന്റെ സ്വപ്നങ്ങളെല്ലാം ഞാനങ്ങ് കണ്ടോടെ നിന്നേ ഉള്ളൂ. ഏതായാലും നിന്റെ സ്വപ്നം പോലെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര ഇങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ്. ഭയങ്കര സ്വപ്നം കാണലൊക്കെയാണ്. സച്ചിനെ രേവതിനെ അവിടെ നിന്ന് ഓടിച്ചിട്ട് വേണം ഇനിയിപ്പോ അവിടെ കൊട്ടാരം പണിയാനായിട്ട്, അതും ശ്രുതിയുടെ അച്ഛനെ കൊണ്ട് പണിയിപ്പിക്കാനാണ്.
ശ്രുതിയുടെ അച്ഛനില്ല, ഒരു ഗതിക്കും പരഗതിക്കും ഒരു ഇതും ഇല്ലാത്ത നമ്മുടെ ശ്രുതിക്ക് ഒരു കെട്ടിടം പണിയാൻ പറ്റുമോ? ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ എല്ലാവരും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ നാളത്തെ വിശേഷമാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ ഫുൾ വിശേഷം ഞാൻ രാവിലെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും കണ്ടിട്ടില്ല എങ്കിൽ കയറി കണ്ടോളൂ കേട്ടോ. അപ്പം അടുത്ത വിശേഷവുമായിട്ട് വരാം. മറക്കരുതേ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിച്ചിട്ട് പോണേ. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.